പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു, ആരാധിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. അവിടുത്തെ സ്നേഹത്തിൻ്റെ കതിരിൽ ഞങ്ങളെ നടത്തണമേ. എപ്പോഴും ഞങ്ങളോടൊപ്പം വസിക്കുമാറാകണമേ. ഈശോപ്പ, അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. ഇന്നൊരു ദിവസം തന്ന് അനുഗ്രഹിക്കുകയും പ്രഭാതം മുതൽ കരുണയുടെ ഈ സമയം വരെയും അവിടുത്തെ സംരക്ഷണത്തിൽ നടത്തിയതിനായി നന്ദിയോടെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ നന്മകളും ഭൗതിക അനുഗ്രഹങ്ങളും തന്നിരിക്കുന്നതിനായി നന്ദി പറയുന്നപ്പാ. എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും സംരക്ഷിച്ചിരിക്കുന്നതിനെയും ഓർത്ത് നന്ദിയോടെ വാഴ്ത്തുന്നു. കർത്താവെ, ഒരിക്കൽ കൂടി അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കാനും അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും തന്നതിനെ ഓർത്ത് വാഴ്ത്തുന്നു. കർത്താവെ, പാവത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്ത എൻ്റെ ഈശോയെ, ഞങ്ങളെയും മക്കളെയും കുഞ്ഞുമക്കളെയും സഹോദരങ്ങളെയും കുടുംബാംഗങ്ങളെയും പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നവരെ, ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെ, അവരുടെ ആവശ്യങ്ങളെയും ഈ സമയം എൻ്റെ വാക്കിൽ കൂടെ ദൈവനാമം കേൾക്കുന്നവരെയും അവരുടെ കുടുംബങ്ങളെയും കർത്താവിൻ്റെ വീണ്ടും വരവ് വരെയുള്ള ഞങ്ങളുടെ എല്ലാ തലമുറകളെയും അപ്പാ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ബലിയായി മുറിക്കപ്പെട്ട കുഞ്ഞാടായ യേശുനാഥ, അവിടുത്തെ വറ്റാത്ത കരുണ ഞങ്ങളുടെ മേൽ നിറയ്ക്കണമേ. ഞങ്ങളെ അങ്ങിൽ നിന്ന് വേർപിരിയാനിടയാക്കാതെ വണ്ണം അവിടുത്തെ കരുണ കൊണ്ട് നിറച്ചു വഴി നടത്തണമേ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, നാളെ ചൊവ്വാഴ്ചയാണ്. നമുക്ക് ഏക മനസ്സോടെ യുവതലമുറയ്ക്കായി പ്രാർത്ഥിക്കാം. 7-8 മിനിറ്റ് നമുക്ക് ഒരുമിച്ച് കരുണയുടെ സമയം യുവതലമുറയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് പ്രാർത്ഥിച്ചു വചനമെടുത്തു. സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് 143 അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനം വായിച്ചു, പ്രാർത്ഥിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുന്നത് 1-ാമത്തെ വാക്കിൽ, കർത്താവെ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ യാചന ശ്രവിക്കണമേ എന്നാണ്. പ്രിയ സഹോദരങ്ങളെ, നാമും ഓരോരുത്തരും ഇപ്രകാരം വേണം പ്രാർത്ഥിക്കേണ്ടത്. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ഞങ്ങളുടെ യാചനയ്ക്ക് അവിടെ നിന്ന് ഉത്തരം തരണമേ എന്നുള്ള ആ ഒരു നിലവിളിയുണ്ടല്ലോ, അത് നമ്മുടെ കർത്താവായ യേശു കേൾക്കാതിരിക്കത്തില്ല. പ്രിയ സഹോദരങ്ങൾ, അതുപോലെ 10-ാമത്തെ വാക്കിൽ ഇങ്ങനെ പറയുന്ന, അങ്ങയുടെ ഹിതം അനുവർത്തിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ, എന്തെന്നാൽ അവിടെ നിന്നാണ് എൻ്റെ ദൈവം. അങ്ങയുടെ നല്ല ആത്മാവ് എന്നെ നിരപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ. ഇപ്രകാരം നാം ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടവരാണ്. കർത്താവിൻ്റെ ഹിതം അനുവർത്തിക്കുവാൻ കർത്താവെ എന്നെ പഠിപ്പിക്കണമേ, എൻ്റെ മക്കളെ പഠിപ്പിക്കണമേ, എൻ്റെ തലമുറയെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അവിടെ നിന്നാണ് നമ്മുടെ കർത്താവായ ദൈവം. അവിടുത്തെ ആത്മാവ് നമ്മെ നല്ല വഴികളിലൂടെ നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഈ കരുണയുടെ സമയം നമ്മെ എല്ലാവരെയും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ആമേൻ.